ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 9 മണി ആയപ്പോഴാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് എനിക്ക് കുറച്ച് കാറ്ററിംഗ് വർക്ക് ഉണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേനാണ് അത് കൊടുക്കേണ്ടത്. അതേപോലെ കുറച്ച് കേക്കിൻ്റെ വർക്കും ഉണ്ട്. ഇപ്പം എൻ്റെ രണ്ടാമത്തെ മോന് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഓന് സ്കൂൾക്ക് ഒരു 7 ആകുമ്പോഴത്തേന് ഓന് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷന് പോകാൻ വേണ്ടി കണ്ട് ഒരു 7 ആകുമ്പോഴത്തേന് ഇവിടുന്ന് പോകുക. അപ്പോൾ ഓൻ ചോറും കൊണ്ടൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ 9:45 ആദിക്കും അതും ബെല്ലടിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഓലിയും കൊണ്ടുപോയാക്കണം. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കിയിട്ട് വേണം അവരെ കുളിപ്പിക്കാനൊക്കെ. അപ്പം ഇന്ന് ലഞ്ച് ബോക്സിൽ കുറച്ച് കാബേജ് തോരനും അതേപോലെ കുറച്ച് ബീഫ് വരട്ടും ഉണ്ടായിന്. അതേപോലെ മുരിങ്ങൻ്റെ ഉണ്ട്, അത് കുറച്ച് താളിച്ചും വെച്ചിരിക്കണം. അപ്പോൾ അവർക്ക് താളിപ്പ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് താളിപ്പ് അതിൽ വെക്കും കേട്ടോ. മുരിങ്ങയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഫുഡ് കഴിച്ചോളും. പിന്നെ ഒരു കഴിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തിൽ പറഞ്ഞയക്കാം. അങ്ങനെ ചോറും ഉപ്പേരിയും ബീഫും താളിപ്പും ഒക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കിയിട്ട് വേണം അവരെ കുളിപ്പിക്കാൻ. ഈ പാത്രത്തിന് ലീക്കൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാനൊരു ടവൽ വെച്ച് കെട്ടി അങ്ങാണ്ടാണ് കൊടുത്തേക്കുക. കാരണം അവർക്ക് ടവൽ വിരിച്ചിട്ടാണ് അവർ ഫുഡ് കഴിക്കുക. അങ്ങനെ ചോറൊക്കെ സെറ്റായി. ഇനിയിപ്പം വെള്ളവും അതേപോലെ സ്നാക്സും ഒക്കെ വേണം. ഇനിയിപ്പോൾ ലഞ്ചിനാണെങ്കിലും അതേപോലെ സ്നാക്സ് ആണെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തേക്കാനാട്ടോ പറഞ്ഞത്. അവർ കഴിക്കാത്തത് പിന്നെ അവർ കഴിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തേക്കരുത്, ഓലെന്താ കഴിക്കണത് അത് വേണം കൊടുത്തേക്കാനെന്ന് പിന്നെ മിസ്സുമാർ പറയലുണ്ട്. അപ്പം ഇനി വെള്ളമൊക്കെ ഞാൻ രാത്രി നിന്ന് തിളപ്പിച്ച് വെക്കലാണ്. അതും ബോട്ടിൽ. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം. കാരണം വെയിൽ ആകുമ്പം പുറത്ത് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ വെയിലുണ്ടാകുമ്പോഴേ അത് നടക്കുകയുള്ളൂ. ഇന്ന് ഒരാളെ സ്നാക്സ് ബോക്സ് വേറെ ഏതോ കുട്ടിൻ്റെ ബാഗിൽ പെട്ടിക്കണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ മെസ്സേജ് വന്നീനി. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളെ സ്നാക്സ് ബോക്സ് വേറെയും ഒരാളത് വേറെയും അങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അടി ഉണ്ടാവുമോ എന്തോ ആവോ. അതുകൂട്ടനോടെ കുറേ നേരം ഏത് ചെരുപ്പിടുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നിക്കണം കേട്ടോ. രണ്ടാൾക്കും മടിയില്ല കേട്ടോ പോവാൻ. കാരണം 2 വർഷം അംഗൻവാടിയിൽ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തീരെ മടി, നല്ല ഉത്സാഹമാണ് പോവാൻ. അപ്പം ഇന്ന് മിഥുന് സ്കൂളിൽ ലീവാണ്. അപ്പോൾ ഓനും എൻ്റെ കൂട്ടുകാരനും ഇവിടെ അയൽവാസിയാണ് കേട്ടോ. ആ കുട്ടി രണ്ടാളും പാടാൻ കൊണ്ടയാക്കണം. അപ്പം ഞാനിങ്ങനെ റോട്ടിൽ നിന്നുങ്ങാണ്ട് രണ്ടാക്കി കൊടുത്തേക്കാണ്. റോഡും കട്ട് വില മുറിഞ്ഞ് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഗ്രൗണ്ടിൽ ആക്കിയാൽ തന്നെ അവർ പോയിക്കോളും. പിന്നെ ടീച്ചർമാർ വന്നുകാണ്ട് ഓല ബാഗൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ സ്കൂൾ ഇവിടെ അടുത്തായതുകൊണ്ട് നല്ല സുഖമാണ്. ആ സമയമാകുമ്പോഴത്തേന് 5 മിനിറ്റ് മുന്നേ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. പിന്നെ വൈകുന്നേരത്തെ ബെല്ലൊക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ പിന്നെ അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിൽക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓല തിരിച്ചും കൊണ്ടുവരും.
അപ്പം ഇനി നമ്മൾ ബിരിയാണി പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് രാത്രി തന്നെ വെച്ചിക്കണ്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അതിനെ നിൽക്കുന്നത്. അടുക്കള മാത്രം ക്ലീൻ ചെയ്യാനുള്ളൂ. അതേപോലെ വാവക്കും ആദിക്കും അതുനും കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചോറ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇന്ന് തേങ്ങാച്ചോറ് കുറച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മുളകിടും ചെയ്യുക, കുറച്ച് തേങ്ങാച്ചോറും വെക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉള്ളിയൊന്നും കഴുകിയിട്ടില്ല, കണ്ടോ നല്ല ബ്ലാക്ക് കളറ് ഉണ്ട്. അതൊക്കെ നല്ലോണം കഴുകിയിട്ട് വേണം ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 6 കിലോ റൈസും 8 കിലോ ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ 8 കിലോ ചിക്കൻ ആവുമ്പം 4 കിലോ സവാള എന്തായാലും വേണം, നമ്മൾ പൊരിച്ചു കോരാനും അതേപോലെ തൈരിക്കും ഒക്കെ അടക്കം 4 കിലോന് വേണം. അപ്പം അങ്ങനെ ചെറുനാരങ്ങയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിക്കണം കേട്ടോ. അളവ് അനുസരിച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചിക്കണേ. അപ്പോൾ പച്ചമുളകാണ് ഞാൻ, എരിവില്ലാത്ത മുളകാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുക്കും കേട്ടോ. എരിവുള്ള മുളകാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ മതി. 1 kgൻ്റെ അളവാട്ടെ ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ ചെറിയുള്ളിയും ഇട്ടാൽ നമ്മളെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും ഒക്കെ ടേസ്റ്റ് കൂടും, ചെറിയുള്ളി കുറച്ച് അധികം ചേർത്താൽ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പം ചെറിയുള്ളി ചേർക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ മസാലയ്ക്ക്. ഇനി നമുക്കുള്ള ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം 3 മണി 3:30 ആകുമ്പോഴത്തേന് കൊണ്ടുപോകാനുള്ള ഫുഡാണ്. അപ്പോൾ പിന്നെ കുറച്ച് സാവധാനം മതി. അപ്പോൾ നമുക്ക് ചിക്കൻ മുളകിടാനും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിനി. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കണ്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തേക്കണം. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. ഇത്രയും ദിവസം മഴ തന്നെയിനി. മക്കൾ സ്കൂൾക്കൊക്കെ പോകുമ്പം പെരും മഴയിക്കാരം. അങ്ങനെ ആ സവാള വാടുന്ന നേരം കൊണ്ട് നമ്മളെ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാനും അതേപോലെ മിഥുന്ന് സ്കൂൾക്ക് പോയിട്ടില്ല, അതേപോലെ നാണിപ്പാക്കി മോനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ചെറിയുള്ളിയും ഉലുവയും ഉപ്പും തേങ്ങയും അതേപോലെ അരിയൊക്കെ കഴുകിങ്ങാണ്ട് ഒക്കെപ്പാടെ ഒന്നിച്ചിട്ടുങ്ങാണ്ട് നല്ലോണം കൂട്ടി യോജിപ്പിച്ചുങ്ങാണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണേ. ഒറ്റ വിസിലിന് പാകത്ത് നല്ല വേവുള്ള നല്ല എന്താ പറയുക നല്ല ചോറായി കിട്ടും. അപ്പം തേങ്ങ ചിരവിയിട്ടില്ല കേട്ടോ, മിക്സിൻ്റെ ജാറിലിട്ടുങ്ങാണ്ട് ഒന്ന് ക്രഷ് ചെയ്തുങ്ങാണ്ട് അങ്ങനെ ഇട്ടുകൊടുത്തേക്കാണ്. അപ്പോൾ കുക്കറിലാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കൽ, കുക്കറിലാണെങ്കിലും ചെമ്പിലാണെങ്കിലും അതേപോലെ കലത്തിലാണെങ്കിലും ഒക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഇങ്ങനെ നമ്മൾ നടുവിരൽ മൂടുന്ന ആ രീതിയിൽ അരിൻ്റെ മുകളിൽ ഇങ്ങനെ വിരൽ വെക്കും. അപ്പോൾ ആ നടുവിരൽ മൂടോളം വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പം അളവ് നോക്കൽ. നമുക്ക് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം. പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം മൂടി തുറന്നെടുക്കാൻ. പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടെടുത്ത് അങ്ങനെ അത് വാട്ടിയെടുത്തത് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ആ ഉള്ളിയും തക്കാളിയും വാടുന്ന നേരം കൊണ്ട് അതിങ്ങനെ നോക്കി നിൽക്കൂല കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറെയുള്ള പണി എടുക്കുക. അപ്പം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു പണി ഇങ്ങനെ എടുത്തുകൊണ്ട് എന്നെ നോക്കി നിൽക്കുമ്പോൾ അതന്നെ കഴിയുള്ളൂ കേട്ടോ, വേറെയുള്ള പണിയൊക്കെ അവിടെ കിടക്കും. പിന്നെ ഞാൻ ആ തക്കാളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതവും ഒക്കെ ഉണ്ടല്ലോ വല്യുള്ളിയൊക്കെ, അത് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ടൊന്ന് പേസ്റ്റാക്കി വെച്ചിക്കണേ. ആ ചെമ്പക്ക് തന്നെ നമ്മൾ മസാലപ്പൊടികളുണ്ടല്ലോ, ചിക്കൻ കിട്ടുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ട് വേണം ഈ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു വറുത്ത ചോയക്കാരട്ടെ ഈ ചിക്കൻ കറിക്ക്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ അരച്ചത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ മിക്സിൻ്റെ ജാറ് ചുഴറ്റിങ്ങാണ്ട് നമുക്ക് എത്ര കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടത്. ഇങ്ങനെ ഈ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ വറുത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തുങ്ങാണ്ട് കറി ഉണ്ടാക്കി നോക്കണ്ട്. ഇനി ബീഫാണെങ്കിലും അതേപോലെ ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ എന്താണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ തിളച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ.
പുറത്ത് അടുപ്പ് കത്തിച്ചപ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ, പെട്ടെന്ന് മഴ പെയ്താലോ. വെയിൽ കണ്ടുകൊണ്ട് കത്തിച്ചും ചെയ്തു. എന്നാലും പടച്ചോൻ കാത്തിട്ടോ. ഇതൊക്കെ ഫുള്ള് കയ്യോളം മഴ പെയ്തിട്ടില്ല, ഒക്കെ സെറ്റായിട്ടാണ് മഴ പെയ്തത്. ദമ്മിട്ടുകൊണ്ട് 1 മണിക്കൂറൊക്കെ കിടന്നിട്ടാണ് പിന്നെ മഴ പെയ്തത്. ഞാനത് കുറച്ച് 8 കിലോന് ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് പൊരിച്ചിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം കുറച്ചധികം ആകുമ്പോൾ ഉടയോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ നല്ലോണം പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പൊരിച്ച എണ്ണയ്ക്ക് തന്നെ സവാള കട്ട് ചെയ്തത് അത് ഇട്ടെടുത്ത് കണ്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ കുറേ ദിവസം വീഡിയോ ചെയ്യട്ടെ, സംസാരത്തിന് തന്നെ ഒരു തപ്പിപ്പിടുത്തുണ്ട്. ഇതൊക്കെ ഒന്ന് ശീലമായി വരണം. ഞാൻ മുളകും പൊടി മസാലയൊക്കെ ഇട്ട് കൊടുക്കില്ല. കുരുമുളകും പച്ചമുളകും അതിൻ്റെ എരിവാട്ടം മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ അതിൽ മുളകും പൊടി ചേർത്ത് കൊടുക്കണമല്ലോ, അപ്പം മുളകും പൊടിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടി കണ്ട് നെയ്ച്ചോറാക്കിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം തിളപ്പിച്ച് ചുറ്റുമ്പോൾ കുറച്ചധികം സമയം പിടിക്കും. നെയ്ച്ചോറാകുമ്പം ആ വെള്ളം മാത്രം, നമ്മൾ അളന്നുകാണ്ടുള്ള വെള്ളം മാത്രം ഒന്ന് തിളച്ചാൽ മതിയല്ലോ, അത് വേഗം വറ്റി വരും ചെയ്യും. അപ്പോൾ ഗ്രാമ്പും പട്ടയും ഏലക്കൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണേ. ഞങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കണ്ടൊന്ന് അടച്ച് വെക്കുക. അങ്ങനെ ഇപ്പോഴൊക്കെ ഞാൻ ഈ ചെമ്പ് വെച്ചപ്പോൾ ഇതിൽ കൊള്ളും എന്നുള്ള സമാധാനത്തിലാട്ട വെച്ചത്. പിന്നെ അരിയാണ് ഇട്ട് കൊടുത്തപ്പോൾ അതങ്ങോട്ട് ഫുള്ളായി ഇങ്ങോട്ട് നിറഞ്ഞു വന്നു. അപ്പോൾ പിന്നെ ചെമ്പൊക്കെ അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു. അങ്ങനെ നമ്മളെ മസാലയൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ കുറച്ച് ചുടുവെള്ളം, തിളച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണ് അടി പിടിക്കാതെക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു വായൻ്റലിൻ്റെ പീസും വെച്ച് കൊടുത്തേക്കണ്. അപ്പോൾ നാണിപ്പാക്ക ഉണ്ടായിന്, വെള്ളം തിളച്ചപ്പോൾ നാണിപ്പാക്കയാണ് അരിട്ടേരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടോ നിറഞ്ഞൊലിക്കണ്. അപ്പോൾ അതിന് ചെമ്പൊക്കെ മാറ്റി വേറെ ചെമ്പൊക്കെ ആക്കി. അങ്ങനെ നമുക്ക് ഇനി ബിരിയാണിയൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട്. അപ്പം ഇനി വൈകുന്നേരം 2 കേക്ക് കൊടുക്കാണ്ട്. അപ്പോൾ ഒന്ന് ഇളനീൻ്റെ കേക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഇളനീമൻ തന്നെ 2 ഇളനീനൊക്കെ ഇട്ടെടുത്തിക്കണം. കാരണം എവിടെയും കിട്ടാല്ല ഇളനീന്. പിന്നെ നിലമ്പൂരൊക്കെ പോകണം. അപ്പം അതിനൊന്നും ഇപ്പോൾ സമയമല്ല, വൈകുന്നേരം ആകുമ്പോഴത്തേന് കൊടുക്കും വേണം. അപ്പോൾ നാണിപ്പാക്ക 2 ഇട്ട് നിൽക്കണം, അതൊക്കെ ഒന്ന് വെട്ടിത്തരികയാണ്.
അപ്പോൾ ഇളനീൻ്റെ പൾപ്പും മിൽക്ക് മേഡും ഒക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് നമ്മളെ ക്രീം ഉണ്ടല്ലോ അതിക്കും കുറച്ച് ഒഴിച്ചെടുത്തിക്കണ്. അതേപോലെ ലെയറിലും അത് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ പീസ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കേക്കുകളിൽ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഇളനീൻ്റെ കേക്കാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ 3 കേക്കും സെറ്റ് ആയിക്കണ്. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേന് കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ സമയം അയക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.